നമസ്തേ. നിങ്ങളൊരു എടുത്തിയാട്ടക്കാരനാണോ? ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചിലരൊക്കെ കുട്ടിക്കാലത്ത് അധ്യാപകരായിട്ട് തുടങ്ങി പഠിത്തം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ചില അധ്യാപകരെ നമ്മൾ ദുഷിച്ചിട്ടുണ്ട്. നല്ല കൂട്ടുകാരെയൊക്കെ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപക്ഷെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ADHD ആയിരിക്കാം. ഇതൊരു ഏറെ ഡിസ്കഷന് വിധേയമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ്. ഒരു ശ്രദ്ധ കിട്ടാത്ത ഒരാൾ, അല്ലെങ്കിൽ കൈയും കാലും നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരാളെന്നതിലെ മാത്രമല്ല ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ നമ്മൾ കാണും. ഇതൊരു പക്ഷേ പ്രിമച്വർ ബേബി, നമ്മൾ സമയം പൂർത്തിയാകുന്നത് കൊണ്ട് ജനിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലം, ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലമായിട്ടൊക്കെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അമ്മ ഏതെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കാം. പക്ഷേ ഒത്തിരി ആളുകൾ ഇത് കാണുന്നുണ്ട്, അവരെ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ഇതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ പ്രൊഫഷൻസൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ സ്വയം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒരു തെറാപ്പി എടുക്കാനും നമ്മൾ സന്നദ്ധമാണെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന 2 മാർഗ്ഗങ്ങൾ, ഒന്ന് പ്രാണിക് ഹീലിങ്ങും 2 മാർഷൽ ആർട്സുമാണ്, കരാട്ടയുമാണ്. പ്രാണിക് ഹീലിങ്ങിനകത്ത് നമ്മുടെ ശരീരത്തെ നമുക്ക് അറിയാൻ കഴിയും, നമ്മുടെ ഊർജത്തെ അറിയാൻ കഴിയും. ഒരിടത്ത് ഊർജം അധികരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട അധികരിച്ച ചലനങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം നമ്മുടെ തലച്ചോറും ശരീരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ടല്ലോ. ഈ ADHD ഉള്ള ആളുകൾക്ക് തൊട്ടു മുമ്പ് നടന്ന ചില സംഗതികളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഈ സന്ദർഭവുമായിട്ട് ചേർത്ത് ഇണക്കി ചിന്തിക്കുവാനും മറുപടി പറയാൻ അവർക്ക് സാധ്യമല്ലാതെ വരും. വിദ്യാർത്ഥികളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനോ നല്ല മാർക്ക് വാങ്ങിക്കാനോ കഴിയാത്ത ധാരാളം കുട്ടികളുണ്ട്. അതുകൊണ്ട് ചലനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു കലയാണ് ആയോധന കല എന്ന് പറയുന്നത്. നമുക്കറിയാം, ചാട്ടവും ഓട്ടവും കുത്തിമറിയലും എല്ലാം അടങ്ങുന്ന സ്വയനിയന്ത്രണമല്ലാത്ത പ്രക്രിയകളിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാമുള്ള എന്നാൽ നിയന്ത്രണമുള്ള ഒരു അഭ്യാസത്തെയാണ് അവർ പരിചയപ്പെടേണ്ടത്. അതാണ് അവർ പരിശീലിക്കേണ്ടത്. അത് തലച്ചോറിലുള്ള ന്യൂറോൺസിനെ പരസ്പരം കണക്ട് ചെയ്യാനും ഒരു രംഗത്തെ അടുത്ത രംഗവുമായിട്ട് ബന്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും, കരാട്ടയുടെയൊക്കെ ചില മൂവ്മെൻറ്റുകൾ, അതിന് മെഷർമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടേൺ ചെയ്യുന്നതിൻ്റെ കൃത്യമായ അളവുകളുണ്ട്. ഒന്ന് ചെയ്തിട്ട് അടുത്ത് എത്ര ചെയ്യേണ്ടതെന്നുള്ളതിന് വ്യക്തതയുണ്ട്. എത്ര പവർ ഓരോ സ്ഥലത്തും അപ്ലൈ ചെയ്യണം എന്നുള്ളതുണ്ട്. പവറിൻ്റെ പേരിൽ തന്നെ കൺട്രോളുണ്ട്. ഇങ്ങനെ ഒരു ഏകോപനം കിട്ടത്തക്ക വിധത്തിലുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ആയോധന കലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ചലനങ്ങൾ ഏകോപിപ്പിക്കാൻ അതിനെ സഹായിക്കുന്ന ആശയങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ ഒരു വിദ്യാർത്ഥി, പഠിതാവ് അയാൾ അറിയാതെ തന്നെ അതിലൂടെ കടന്നു പോകുന്നതിലൂടെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുകയാണ്. പ്രാണിക് ഹീലിങ്ങിലും അങ്ങനെ തന്നെയാണ്. ശരീരത്തിൻ്റെ നിയന്ത്രണങ്ങൾ സ്വയം തിരിച്ചറിയത്തക്ക ഒരു വ്യവസ്ഥ പ്രാണിക് ഹീലിങ്ങിലുണ്ട്. ഒട്ടുമിക്ക സൊല്യൂഷനിലും നമ്മൾ കാണാൻ സാധിക്കുന്നത് എക്സർസൈസും ബ്രീത്തിങ്ങും മെഡിറ്റേഷനും ഒക്കെ തന്നെയാണ്. തെറാപ്പി വളരെ പ്രധാനപ്പെട്ടതാണ്. പല സന്ദർഭങ്ങളിലും മെഡിക്കേഷൻ ആവശ്യമുണ്ട്, മരുന്ന് കഴിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായി അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും. ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ എടുത്തുചാട്ടം. എന്തുകൊണ്ടാണ് ഒരാൾ ചിന്തയില്ലാതെ എടുത്തുചാടി സംസാരിക്കുക? തൊട്ടു മുമ്പ് നടന്ന ഒരു വിഷയം ഓർക്കാൻ കഴിയാത്ത വിധം അവർ പലതും മറന്നു പോകുന്നു. ഇതെല്ലാം ബ്രെയിനിൻ്റെ ചെറിയ ഡിസോർഡറാണ്, ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. തീർച്ചയായും ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളെ അടിക്കുകയും അവരെ
ചാട്ടക്കാരായിട്ടും അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ളവരായിട്ടും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരായിട്ടും മാർജിനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരം ചികിത്സയുടെ സാധ്യതകൾ നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ചികിത്സ അർഹിക്കുന്നു. സമയത്ത് നല്ല തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചില പരിശീലനങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. ബ്രെയിൻ കോർഡിനേഷൻ പ്രോപ്പറായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ചില പരിശീലനങ്ങളാണ് തെറാപ്പിസ്റ്റുകൾ നൽകുന്നത്. അതിൽ പ്രാൺ ഹീലിംഗ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ എൻ്റയർ സിസ്റ്റത്തിൻ്റെ ന്യൂറോളജിക്കലായിട്ടുള്ള സംഗതികളെ കൺട്രോൾ ചെയ്യുന്നൊരു ഏരിയ നമ്മുടെ തലയിൽ തന്നെ ഉണ്ട്. ആ ഭാഗത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും എനർജൈസ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നെർവ്സും ബലപ്പെടാൻ അത് ഉപകരിക്കും. കോർഡിനേഷൻ കിട്ടാൻ അത് സഹായിക്കും. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റെഗുലേഷനാണ്. അതായത് അവർക്ക് അതാത് സമയത്തുണ്ടാകുന്ന വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് അത് ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് എപ്പോഴും അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്ന ആളുടെ കാര്യത്തിലും അങ്ങനെയാണ്. അത് എന്താണെന്ന് പല ആംഗിളിൽ അതിവേഗം മനസ്സിലാക്കിയിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം ആൾക്കാർക്ക് അതിനെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് അതിന് അനുയോജ്യമായ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് ഉത്തമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനോ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ വൈകാരിക ക്ഷമത, മാനസിക ക്ഷമത ഇതൊക്കെ അവർക്ക് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ പിന്നിൽ ചില പരിശീലനങ്ങളും അതുപോലെ തന്നെ ഗൈഡൻസും പ്രോപ്പർ ഗൈഡൻസും കൗൺസിലിങ്ങും എല്ലാം ഇതിനാവശ്യമായിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രാണിക് ഹീലിങ്ങിലാണെങ്കിലും വൈകാരികവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ ശുദ്ധീകരിക്കാനും അതിന് എക്സസീവായിട്ടുള്ള ആക്ടിവേറ്റഡ് ആയിരിക്കുന്നതിനെ നോർമലൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് ഇത്തരം വൈകല്യങ്ങളെ പരിഹരിക്കാൻ അല്ലെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാം. മൂന്നാമതായി റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. അതിന് സൂചന ഞാൻ ആദ്യമേ നൽകി കഴിഞ്ഞു. നമ്മുടെ കൂടെ സ്ഥിരം സഹകരിക്കുന്ന ഏറ്റവും അടുത്ത ചങ്കെന്നൊക്കെ പറയുന്നവരോട് പോലും നമ്മൾ പിണങ്ങി അവരുമായിട്ട് അകന്നു പോകാൻ പിന്നെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വിധം ചിലപ്പം അവർക്കെതിരായി പ്രവർത്തിക്കാനും വരെ സാധ്യതയുള്ള ഒരു ഡിസോർഡറാണിത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എതിരാളികളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും അവരുടെ ഏറ്റവും അടുത്തവർ തന്നെയായിരിക്കും. കാരണം ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഇവരുടെ പാർട്ട് അവർ അത് നശിപ്പിച്ചിട്ടുണ്ടാവും. വ്യക്തിബന്ധങ്ങൾക്കുള്ളിൽ തന്നെയാണിത്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുകയോ കൂട്ടുകാർ ചേർന്ന് ഒരു സംഭാഷണം നടക്കുകയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് സംസാരിക്കേണ്ട അവസരത്തിലായിരിക്കത്തില്ല അവർ സംസാരിക്കുന്നത്. മറ്റൊരാളുടെ അവസരം കവർന്നെടുക്കുക. ഇനി അവർ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ പോലും വേറൊരാൾ പറയുന്നതിന് ഇടയ്ക്കേറി പറയുക. ഇങ്ങനെ വൈകാരികമായി ഒരുപക്ഷെ നമ്മുടെ സുഹൃത്ത് എന്തെങ്കിലും സംസാരിച്ച് കഴിയുമ്പോൾ അവരെ തണുപ്പിക്കുന്നതിനോ അവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നതിനോ ശ്രമിക്കുന്നതിന് പകരം ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം ഒരു ലൈനിൽ പോയി സ്വസ്ഥമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ക്ലാസ് നടക്കുന്ന സമയത്തോ സ്വസ്ഥതയോടെ കുറേ സമയം ഇരുന്ന് കേൾക്കാനോ ഒക്കെ ഇത്തരം ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർ കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദ തന്നെ ഒരുപക്ഷെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാനോ ടോയ്ലറ്റിലോ ഒക്കെ പോയി വരിക എന്നുള്ളതാണ്. അതാണ് അവർക്ക് ഏറ്റവും അധികം കാണിക്കാൻ പറ്റുന്ന മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളം ആൾക്കാർ ഇങ്ങനെയുണ്ട്. സ്വയം അറിയുകയും കൂടെയുള്ളവരെ ഈ പ്രശ്നം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ശരിയായി ചികിത്സിക്കുകയും ചില മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ജീവിതം നയിക്കാനും ഒത്തിരി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുവാനും ഇവർക്ക് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാണിക് ഹീലിംഗ് അതിനേറെ സഹായകരമാണ്. പ്രാണിക് ഹീലിങ്ങിനകത്ത് വളരെ ലഘുവായ ചില എക്സർസൈസുകളുണ്ട്. അതിനകത്ത് ബ്രീത്തിങ് എക്സർസൈസ് ഉണ്ട്. അതിനകത്തുള്ള മെഡിറ്റേഷൻസൊക്കെ സെൽഫ് അവെയർനെസ് മെഡിറ്റേഷനുകൾ സഹായകരമായിട്ടുള്ള മെഡിറ്റേഷൻസാണ്.
നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വേറൊരാളിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കാൻ സാധ്യതയെന്ന് അറിയാൻ കഴിയുന്ന ലവിങ് കൈൻഡ്നെസ്സിൻ്റെയൊക്കെ ധ്യാന രീതികളാണ് അതിൽ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ റിലേഷൻഷിപ്പ് കൃത്യമായി പാലിക്കാൻ ഉള്ളൊരു പരിശീലനമായിട്ട് കൂടിയാണ് അതിൻ്റെ ധ്യാന രീതികളെ ഒക്കെ നമ്മൾ കാണുന്നത്. ഇനി തുടർന്ന് അടുത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണെന്നും കൂടെ ഒന്ന് തിരിച്ചറിയാനും തൊട്ട് മുമ്പ് നടന്ന വിഷയത്തെ ഏകോപിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് ധ്യാനത്തിലൂടെ സ്വായത്തമാക്കാൻ കഴിയും. ഇതിലെല്ലാറ്റിലും ഉപരിയായിട്ട് ഒരു 2 മിനിറ്റെങ്കിലും അനങ്ങാതെ ഇരിക്കാൻ ഒരാൾ പരിശീലിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിന് ഒരു ചികിത്സയാണ്. അത് കുറേശ്ശെ കൂടുതൽ സമയത്തേക്ക് ഒരുപക്ഷെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ചുരുങ്ങിയ സമയമെങ്കിലും റിലാക്സ്ഡായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ അവരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് പ്രാണിക് ഹീലിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ആയോധന കലാസമ്പ്രദായങ്ങളാണ്. ഈ കരാട്ടെ പോലെയുള്ളതൊക്കെ അതിനകത്തെല്ലാം വളരെ ക്രമീകൃതമായി അവരുടെ ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെയെല്ലാം വളരെ ക്രമീകൃതമായി ഓർഗനൈസ്ഡ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു കലയായിട്ടാണ് അതിൻ്റെ ചലനങ്ങളെ അതിൻ്റെ ഗുരുക്കന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ തലച്ചോറ് ഏകോപിപ്പിക്കുവാനും നമ്മുടെ കൈകാലുകളിലേക്ക് പോകേണ്ട എനർജി ആണെങ്കിലും ചലനങ്ങളാണെങ്കിലും ഒക്കെ നിയന്ത്രിക്കാനും അത് എന്തുദ്ദേശത്തിൽ ചെയ്യുന്നു എന്ന് തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ്. ഇത് മൊത്തത്തിലുള്ള ഒരു കോർഡിനേഷന് സഹായിക്കും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഇവർക്ക് ചികിത്സ ആവശ്യമാണ്, സഹായം ഇവർക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടേണ്ടതുണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിൽ അധ്യാപകരും മറ്റും ഇവർക്ക് പ്രത്യേക കരുതൽ നൽകേണ്ടതാണ്. മറ്റ് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഡിസോർഡർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അവർ അല്പം ഇമോഷണൽ ആവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൂടെയുള്ളവർ അസ്വസ്ഥരാകാതിരിക്കാൻ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മാനസിക പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്ന നിലയിൽ ഇത്തരം ആളുകളെ കൂടെ മനസ്സിലാക്കാനും അവരോട് സഹകരിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. നമസ്തേ.